ഗസ്സയിലെ മാനുഷിക പ്രതിസന്ധി. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ഈ ചോരകളി ആർക്കുവേണ്ടിയാണെന്ന ചോദ്യം ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധ ഭീഷണിയുമായി രംഗത്തു വന്നിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ യുഎന്നും ആഗോള ശക്തികളും നിവർന്നുനിന്ന് ഫലസ്തീനായി സംസാരിച്ചില്ലെങ്കിൽ ഈ ജനത എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആക്രമണ ഘട്ടമാണ് ഗസ്സയിലെ ജനത അനുഭവിക്കുന്നത്. ഒരു ഭാഗത്ത് ഇസ്രായേലിന്റെ കര, വ്യോമ ആക്രമണം, മറുവശത്ത് ജീവന് നിലനിർത്താനായി അന്താരാഷ്ട്ര ഏജൻസികൾ നൽകിയ സഹായം ഗസ്സയിലെത്താതിരിക്കാനായി ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ ഉപരോധം. ഈ മനുഷ്യര് അതിരൂക്ഷമായ ക്ഷാമത്തിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. ഇത് യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വാക്കുകളാണ്. 2023 ഒക്ടോബർ 7 ഗസ്സക്ക് നേരെ ഇസ്രായേൽ ആരംഭിച്ച വംശഹത്യ ആക്രമണങ്ങളില് ഗുട്ടറസ് നേരത്തെയും ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഗസ്സയാണെന്ന് വരെ അദ്ദേഹം പറയുകയുണ്ടായി. യുഎൻ രക്ഷാസമിതിയിൽ കൃത്യമായ നിലപാടെടുക്കാൻ അമേരിക്കന് വീറ്റോ അധികാരം തടസ്സം നിൽക്കുകയും അന്താരാഷ്ട്ര സംഘടന ഫലശൂന്യമാകുകയും ചെയ്യുമ്പോൾ ഈ സെക്രട്ടറി ജനറൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയെങ്കിലും ചെയ്യുന്നത് ആശ്വാസകരമാണ്. ഒറ്റക്കോളും വാർത്തയിലേക്കും സ്പീഡ് ന്യൂസുകളിലേക്കും ചുരുങ്ങിപ്പോയ ഗസ്സയുടെ സത്യം ഇങ്ങനെയെങ്കിലും ലോകത്തെ കേൾപ്പിക്കാനാകുമല്ലോ. ഗസ്സ പൂർണ്ണമായി പിടിച്ചടക്കും വരെ പിന്നോട്ടില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം. ഓസ്ലോ കരാറിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുകയാണ് ലക്ഷ്യം. അതിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ട്. സേഫ് സോണ്, ബഫർ സോണ് തുടങ്ങിയ പേരുകളിട്ട് മനുഷ്യരെ ആട്ടിയോടിക്കുകയാണ്. ആക്രമണ സൈറണുകൾ മുഴങ്ങാത്ത ഒരിടവും ഗസ്സയിലില്ല. അഭയ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന സ്കൂള് ബോംബിട്ട് തകർത്തു. ആശുപത്രികൾക്കും രക്ഷയില്ല. ഭക്ഷണവുമായെത്തിയ ട്രക്കിന് ചുറ്റും നിൽക്കുന്നവരെ പോലും ആക്രമിച്ചു. കരയിൽ നിന്നും ആകാശത്തുനിന്നും കൊല്ലുന്നത് പോരാഞ്ഞാണ് പട്ടിണിക്കിട്ട് കൊല്ലുന്നത്. 80 ദിവസത്തിലേറെയായി ക്രോസിംഗുകൾ അടച്ചു കാവല് നിൽക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. ഇവർ ആരെയാണ് പ്രതിരോധിക്കുന്നത്? കുഞ്ഞുങ്ങൾക്കുള്ള പാൽപ്പൊടിയും ബിസ്ക്കറ്റും അതിർത്തി കടന്നുവരുന്നത് തടയാന് നിൽക്കുന്ന സൈന്യത്തെ ലോകത്തെവിടെയെങ്കിലും കാണാനാകുമോ? ഫ്രാൻസും ബ്രിട്ടനും കാനഡയുമെല്ലാം ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ 1-2 ട്രക്കുകൾ കടത്തിവിടാന് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് എങ്ങുമെത്തുന്നില്ല. ഒരാഴ്ചക്കിടെ 300 ട്രക്കുകൾ കടത്തിവിട്ടുവെന്നാണ് ഇസ്രായേൽ നുണ പറയുന്നത്. ഈ എണ്ണം തന്നെ എത്ര പരിമിതമാണ്. ഗസ്സയെ സഹായിക്കാൻ ലോകം തയ്യാറാണ്. യുഎഇയടക്കം അറബ് രാജ്യങ്ങളും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും അയച്ച ട്രക്കുകൾ അതിർത്തിയിൽ കാത്തുനിൽക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ നൃശംസ അനുവദിക്കുന്നില്ല. ഈയിടെ മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ചു മടങ്ങിയ ട്രംപ് വലിയ വർത്തമാനം പറഞ്ഞുവെന്നല്ലാതെ ചുരുങ്ങിയ പക്ഷം ബ്ലോക്കേഡ് നിർത്താന് പോലും സയണിസ്റ്റ് രാഷ്ട്രത്തിന് മേല് സമ്മർദ്ദം ചെലുത്താന് തയ്യാറായില്ല. അടിയന്തര മാനുഷിക സഹായം ലഭിച്ചില്ലെങ്കിൽ ദിവസങ്ങൾക്കകം ഗസ്സയിൽ 14,000 കുഞ്ഞുങ്ങൾ മരിക്കാന് സാധ്യതയുണ്ടെന്ന യുഎൻ മുന്നറിയിപ്പ് മനഃസാക്ഷിയുള്ള മുഴുവന് പേരുടെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം ഗസ്സയിലേക്ക് പ്രവഹിച്ചില്ലെങ്കിൽ വലിയ മാനുഷിക ദുരന്തമാണ് അവിടെ സംഭവിക്കാന് പോകുന്നതെന്ന മുന്നറിയിപ്പ് നൽകിയത് യുഎൻ ഹ്യൂമാനിറ്റേറിയൻ മേധാവി ടോം ഫ്ലെച്ചറായിരുന്നു. ഫ്ലെച്ചറിന്റെ ആശങ്ക ശരിവെക്കുന്ന വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗസ്സയിൽ നിന്ന് വന്നത്. പോഷകാഹാരം കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുകയാണ്. പുറത്തുവരുന്ന വാർത്തകളെക്കാൾ ഭീകരമാണ് ഗസ്സ ചീന്തിലെ മാനുഷിക പ്രതിസന്ധി. ഗസ്സയിൽ പട്ടിണി മരണമില്ല. പർവ്വതീകരിക്കപ്പെട്ട വാർത്തകളാണ് അവിടെ നിന്ന് വരുന്നതെന്നാണ് ഇസ്രായേൽ അധികൃതരുടെ വാദം. ആവശ്യത്തിന് ഭക്ഷണവും മരുന്നും അവിടെയുണ്ട്. ട്രക്കുകൾ നിർബാധം കയറ്റിവിട്ടാൽ അത് ഹമാസിന് ഗുണം ചെയ്യും. ബന്ദികളെ വിട്ടുകിട്ടാൻ ഇത്തരം കടുത്ത നടപടികൾ ചെയ്യേണ്ടി വരുമെന്നും നെതന്യാഹു സർക്കാർ ന്യായീകരിക്കുന്നു. സത്യത്തിൽ ഇപ്പോൾ നടക്കുന്ന കൊടും ക്രൂരതയ്ക്ക് ഹമാസുമായോ ബന്ദിമോചനവുമായോ ഒരു ബന്ധവുമില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് ഇസ്രായേലിലെ വലതുപക്ഷ നേതാവ് മോശെ ഫീഗ്ലിന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹമാസല്ല, ഗസ്സയിലെ ഓരോ കുഞ്ഞും ശത്രുവാണെന്നാണ് ഫീഗ്ലിന് ആക്രോശിച്ചത്. ഗസ്സ ഞങ്ങൾ പിടിച്ചെടുക്കും. അവിടെ ഒരു കുഞ്ഞിനെപ്പോലും അവശേഷിപ്പിക്കില്ല. ആരും ഞങ്ങളെ തടയില്ല. നെസ്സറ്റ്, ഇസ്രായേൽ പാർലമെന്റ് മുൻ അംഗം കൂടിയായ ഫീഗ്ലിന്റെ വാക്കുകൾ അയാളുടേതു മാത്രമല്ല, നെതന്യാഹുവിനെ പിന്തുണക്കുന്ന മുഴുവന് പേരുടേതുമാണ്. ബന്ദികളെ മോചിപ്പിക്കലും സംഘർഷം അവസാനിപ്പിക്കലുമായിരുന്നു ലക്ഷ്യമെങ്കിൽ നേരത്തെ ഒപ്പുവെച്ച വെടിനിർത്തല് കരാര് പാലിക്കുകയായിരുന്നു നെതന്യാഹു ചെയ്യേണ്ടിയിരുന്നത്. 3 ഘട്ടങ്ങളുള്ള ആ കരാറിൽ നിന്ന് 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏകപക്ഷീയമായി പിൻവാങ്ങിയ നെതന്യാഹു പുതിയ ആക്രമണ പരമ്പര തുടങ്ങുകയായിരുന്നുവല്ലോ. ഈ ചോരകളി ആർക്കുവേണ്ടിയാണെന്ന ചോദ്യം ഇസ്രായേലിനകത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഉപരോധ ഭീഷണിയുമായി രംഗത്തു വന്നിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ യുഎന്നും ആഗോള ശക്തികളും നിവർന്നുനിന്ന് ഫലസ്തീനായി സംസാരിച്ചില്ലെങ്കിൽ ഈ ജനത എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടും. നമ്മുടെയൊക്കെ കൈയിലെ ആ ചോരമണം ഏത് സുഗന്ധം പുരട്ടിയാലാണ് ഒഴിഞ്ഞുപോകുക?